കുട്ടേട്ടന് അവാർഡ് കാണുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് പൂക്കാലം ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങനെ സ്റ്റണ്ടായി പോയി. ഈ വർഷം നാഷണൽ അവാർഡ് ഞങ്ങൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിജയരാഘവൻ സാറ് അത്രയും ലൈക്ക് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പൂക്കാലം സിനിമ ചെയ്യുന്നിടം വരെ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. സോ അതുകൂടെ എനിക്കും കൂടെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇപ്പം എഡിറ്റ് ചെയ്യുക എന്നത് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ച് ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഓൺ ചെയ്തു. ഇപ്പൊ ഒരു സീനിൽ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ പുള്ളിയെ മാത്രം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ തോന്നും. കാരണം ആ സീൻ എടുത്ത് മാറ്റി എന്തിനെന്ന് ചോദിക്കും, ആ സീൻ എടുത്ത് മാറ്റാത്ത എന്തിനെന്ന് ചോദിക്കും. രണ്ടും കേൾക്കണം ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഡയറക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് സിനിമകൾ കാണുക, സിനിമകൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു സീനിന്റെ റിതം, സീനിന്റെ ഇമോഷൻസ് എല്ലാം നമുക്കിങ്ങനെ അൺകോൺഷ്യസ്ലി മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു നാഷണൽ അവാർഡ് വിന്നറിനെയാണ് എന്റെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം മിഥുൻ മുരളി. മിഥുൻ, വെൽക്കം ടു മൈ ഷോ. യെസ്, എത്രമാത്രം സന്തോഷം ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നാഷണൽ അവാർഡാണ്. ആകെ ചോദിക്കാനുള്ളത്, കിളി പോയോ ആ അനൗൺസ്മെന്റ് കേട്ടപ്പോ? 2 ദിവസത്തേക്ക് കിളി പോയിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ബോധം വന്നത് തന്നെ. ആക്ച്വലി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷെ വേണ്ട, ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നല്ലല്ല, എനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ ഇരുന്ന് കോളുകൾ വന്നു. സത്യം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഡയറക്ടറിനെ വിളിച്ചു, ഗണേഷിനെ വിളിച്ചിട്ട് അളിയാ നീ വാന്ന് പറഞ്ഞു. ഞാൻ നേരെ അവനെ കാണാൻ പോയി. പിന്നെ അവിടെ ഇരുന്ന് ബാക്കി എല്ലാ കോൾസൊക്കെ എടുക്കാനുള്ള കുറച്ച് ബോധം കിട്ടി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം ഞങ്ങള് വിജയരാഘവൻ കുട്ടേട്ടന് അവാർഡ് കാണുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് പൂക്കാലം ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങനെ സ്റ്റണ്ടായി പോയി. മറ്റേ ഇന്നസെന്റ് സീൻ എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിലായി പോയി. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഫ്ലാറ്റിലൊന്നും ആരും ഇല്ലായിരുന്നു. അനൗൺസ് ചെയ്ത സമയത്ത് അതിനു മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പുറത്തുപോയി. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒറ്റയ്ക്കായിരുന്നു. ഫ്ലാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ ഫ്രണ്ട്സ് വന്നു. പിന്നൊന്നും ഓർമ്മയില്ല, ബാക്കിയെല്ലാം കൊണ്ടുപോയി. ശരിക്കും പൂക്കാലത്തിന് ഇരട്ടി മധുരമാണ് കുട്ടേട്ടനുള്ള ഒരു അവാർഡ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഹോൾ സെറ്റിന്റെ ഒരു സെലിബ്രേഷൻ? എല്ലാരും വളരെ ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് എന്ന് വെച്ചാൽ 2023 സിനിമ ഇറങ്ങിയത്. സോ അതിനുശേഷം കഴിഞ്ഞ വർഷം പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ ഉണ്ടായിരുന്നു ആക്ടിങ്ങിന്. ഈ വർഷം നാഷണൽ അവാർഡ് ഞങ്ങൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുള്ളിക്ക് വിജയരാഘവൻ സാറ് അത്രയും ലൈക്ക് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പൂക്കാലം സിനിമ ചെയ്യുന്നിടം വരെ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതില് കണ്ടതല്ലേ പറഞ്ഞില്ലേ? അപ്പൊ അതില് പുള്ളി മറ്റേ മേക്കപ്പും കാര്യങ്ങളും പിന്നെ ഒരുപാട് ഹോംവർക്ക് പുള്ളി ചെയ്തായിരുന്നു. പുള്ളിക്കാരൻ അതിനുവേണ്ടി വെയിറ്റ് ലോസ് ചെയ്തു, ഐബ്രോസ് എടുത്തു, കംപ്ലീറ്റ് മൊട്ടയടിച്ചു. അപ്പൊ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു മേക്ക് ഓവർ, നമ്മൾ തമിഴിലൊക്കെ കമലഹാസൻ ചെയ്യുന്ന പോലെ പുള്ളി ഇവിടെ എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. 4 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇരുന്ന് ചെയ്തൊരു സിനിമയാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു എഫേർട്ടിന് എന്തായാലും ഒരു വാല്യൂ കിട്ടും എന്ന് എനിക്കും ഗണേഷിനും ഒരു വിശ്വാസം അന്നോട്ടേ ഉണ്ട്. സോ അതുകൂടെ എനിക്കും കൂടെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇപ്പം കുട്ടേട്ടന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇങ്ങനെ അത് ഇളകി പോവും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അപ്പൊ ജ്യൂസ് മാത്രം കുടിക്കും, വൈകുന്നേരം ഇത് തീർന്നിട്ട് വേണം, ഇത് കഴുകിയിട്ട് വേണം ഒന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അത്രയും എഫേർട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുട്ടേട്ടൻ എടുത്തതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ പൊതുവെ നമ്മൾ എപ്പോഴും കേൾക്കുമല്ലോ, ഈ എഡിറ്റിംഗ് ടേബിളിലാണ് എന്താ പറയണ്ടേ ഈ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു റഫ് ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ കണ്ട എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നൊരു മൊമെന്റ് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് കുട്ടേട്ടന്റെ ഈ മേക്കപ്പിന്റെ ഫൈനൽ ഔട്ട്പുട്ട്, കാര്യം നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഫൈനൽ ഔട്ട്പുട്ട് നോക്കാറുള്ളൂ. അതിന് മുമ്പ് ജസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിരിക്കത്തില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് റഷസ് എനിക്ക് കിട്ടി. ഞാൻ എഡിറ്റിംഗ് ഞാൻ പുള്ളിയുടെ വിഷ്വൽസ് കണ്ടു, പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആക്ച്വലി പുള്ളി വിചാരിച്ചതിനെക്കാട്ടും അപ്പുറമായിട്ടുള്ള അബ്ബാര പെർഫോമൻസ് വന്നിരിക്കുകയാണ്. അത് ഈ പറയുന്ന പോലെ എഡിറ്റ് ചെയ്യുക എന്നത് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ച് ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഓൺ ചെയ്തു. ഇപ്പൊ ഒരു സീനിൽ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ പുള്ളിയെ മാത്രം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ തോന്നും. കാരണം പൂക്കാലത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. വിജയരാഘവൻ തന്നെ കൂടെ തന്നെ ലീലാമ KPSC പഴയ നടിയാണ്. പുള്ളിക്കാരിയും നല്ല പെർഫോമൻസ് വന്നിരിക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരും മാത്രം ഇരുന്ന് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഓക്കെ അതങ്ങനെ ഇരുന്നാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ്. കാര്യം അത്രയും നല്ല പെർഫോമൻസും ഇമോഷണൽ പെർഫോമൻസും കൂടെ വരുന്നത്. ഒരു നോർമൽ പെർഫോമൻസ് അല്ല, വളരെ ഇമോഷണലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു 2 90-year-oldsന്റെ കഥ പറയുന്നതാണ് പൂക്കാലം. അപ്പം
അത്രയും നല്ലൊരു ഇമോഷണൽ രീതിയിൽ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. പക്ഷെ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കണം, ഞാൻ എഡിറ്ററാണ്, മലയാള സിനിമയിൽ സിനിമ ഇറക്കേണ്ടതാണ്, ഇത് നമുക്ക് ഇങ്ങനെയല്ല, എന്നുവെച്ചാൽ ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം ഓഡിയൻസിനും കൂടെ എൻഗേജ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഇനി എങ്ങനെ നമുക്ക് എലിവേറ്റ് ചെയ്യിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ എഡിറ്റിംഗിൽ ഏറ്റവും ഈ പൂക്കാലത്തിൽ ചോദിക്കുകയാണ്, എഡിറ്റിംഗിൽ ഏറ്റവും ചലഞ്ചിങ് എന്തായിരുന്നു പൂക്കാലം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ആക്ച്വലി പൂക്കാലം ഈ പറയുന്ന പോലെ ഒരു ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത് ഒരു 3 hours 15 minutes ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത് നമ്മള് സ്ക്രിപ്റ്റിൽ എന്താണോ അത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തു, അത് കംപ്ലീറ്റ്ലി നമ്മൾ കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് 3 hours 15 minutes ഉണ്ടായിരുന്നു. അതിൽ നിന്നും സിനിമ 2 hours 16 minutes കട്ട് ചെയ്തു, ക്ലോസ് ടു 1 hour കട്ട് ചെയ്തു. അപ്പൊ അതിൽ ഈ ഒരുപാട് കുട്ടേട്ടന്റെ ഒരുപാട് ആരും കാണാത്ത കുറെ പെർഫോമൻസുകൾ പോയിട്ടുണ്ട്. പക്ഷെ അത് എന്ന് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറാണ് കുട്ടേട്ടൻ. സോ അതില് പക്ഷെ അത് ഓഡിയൻസിനും കൂടെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമാണ് ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ സിനിമയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അത് ഈ പറയുന്ന പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം ആവശ്യമില്ലാത്ത കാര്യം വെക്കുക, അതിൽ നമുക്ക് എങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് കൊടുക്കാം, പുള്ളിയുടെ ആവശ്യമുള്ള എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ ഒരു സീനിൽ നമ്മൾ എഡിറ്റർ എപ്പോഴും നോക്കുന്ന ആ ഇമോഷൻ കൺവേ ചെയ്യുക ഓഡിയൻസിന്, അത് കറക്റ്റ് ആയിട്ട് വെക്കുക. ബാക്കി പുള്ളി എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് നമുക്ക് ഞാൻ കണ്ട് സന്തോഷിക്കാൻ, കുഴപ്പമില്ല, വിട്ടേക്കെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് അത് സിനിമയിൽ വെച്ച് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു മേജർ ചലഞ്ച് ആയിട്ട് ഉണ്ടായിരുന്നത്. കാരണം ആ പുള്ളിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു ഹൈലൈറ്റ്. വേറെ പിന്നെ ഈ പറയുന്ന പോലെ വിനീതേട്ടൻ ബേസിലിന്റെ ഒരു ഓവർ ദ ടോപ്പ് ഒരു സംഭവം വളരെ എന്താ പറയാ, വളരെ ഒരു കറക്റ്റ് മീറ്ററിൽ അവര് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് പക്ഷെ അത് എങ്കിൽ പോലും നമ്മൾ അതിനെ ഒന്ന് സൂക്ഷിക്കണം. ലൈക്ക് ഒരു ചെറിയൊരു ലൈൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ കയ്യിൽ നിന്ന് പോകാവുന്ന ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ്. പക്ഷെ താഴെ പോകാനും പാടില്ല. അപ്പം ഈ ആ പെർഫോമൻസും ആ ഓവർ ദ ടോപ്പ് പെർഫോമൻസും ഈ കുട്ടേട്ടന്റെ പറഞ്ഞ പോലെ ഈ വളരെ ഇമോഷണൽ, വളരെ സീരിയസ്, വളരെ ക്ലാസ് പെർഫോമൻസ്, ഇത് രണ്ടും ബാലൻസ് ചെയ്യുക എന്ന് ആ സിനിമയിൽ അങ്ങനൊരു എന്താ പറയാ, അങ്ങനെ ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ചലഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. അത് തന്നെയാണ് എന്ന് വെച്ചാൽ സീംലെസ് ആയിട്ട് അതിലേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാ എഡിറ്റേഴ്സ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതില് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു പ്രോസസ്സ് ഒരു ചലഞ്ചിങ് സംഭവം തന്നെയായിരുന്നു എനിക്കും ഗണേഷിനും. ഇപ്പം ഈ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, അതായത് ഇത് വേണ്ട, ഓക്കെ ഇത് വെക്കാം എന്ന് പറയണേ, അത് എത്രമാത്രം ക്രൂഷ്യൽ ആണ് ഒരു എഡിറ്റർ എന്ന് പറയുമ്പോ? ഭയങ്കര ക്രൂഷ്യലാണ് അത്. കാര്യം ഒരു ഡയറക്ടർ വന്നിട്ട് എടാ ഇത് വേണോ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഡിസിഷനിലേക്ക് വരിക. അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ നാളെ ഗണേഷ് തീർന്നു. അപ്പൊ അതാണ് അവിടെ ഗണേഷിന്റെ ആ ഒരു ട്രസ്റ്റ്, അതാണ് അതില് ഒരു വലിയൊരു ഫാക്ടർ. കാര്യം ഗണേഷ് വളരെ എഡിറ്റേഴ്സിന് കംപ്ലീറ്റ്ലി ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോ ഗണേഷ് ഇങ്ങനത്തെ ചെറിയ എന്താ പറയാ കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഗണേഷ് എന്നോട് തന്നെ പറയും, എടേ നമുക്ക് ഇങ്ങനെ വെക്കണോ, ഇത് മാറ്റി എങ്ങനെ ഇരിക്കും. അപ്പോ ഇത് മാറ്റി നമ്മൾ നോക്കുമ്പോഴും കൊള്ളാം, പക്ഷെ ഇത് മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ബെറ്റർ ആവോ ഇല്ലയോ അപ്പൊ നമുക്ക് ഡൗട്ടും വരും. അങ്ങനെ ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു എഡിറ്ററിന്റെ കയ്യിലാണ് വരുന്നത്. കാര്യം എല്ലാവരും അത് എഡിറ്ററിന്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. ആ സീൻ എടുത്ത് മാറ്റി എന്തിനെന്നും ചോദിക്കും, ആ സീൻ എടുത്ത് മാറ്റാത്ത എന്തിനെന്നും ചോദിക്കും. രണ്ടും കേൾക്കണം ഒരു എഡിറ്റർ. അപ്പോ അത് എല്ലാ എഡിറ്റേഴ്സിനും ഉള്ളൊരു ചലഞ്ച് തന്നെയാണത്. അപ്പം അത് എനിക്ക് എന്റെ ഡയറക്ടർ ഗണേഷ് കൂടെ ആ ഒരു സപ്പോർട്ട് തന്നുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു സിനിമയില് എഡിറ്റർ ഏതൊരു പോയിന്റിലാണ് വരുന്നത്? അതായത് തുടക്കം മുതലേ നിങ്ങൾ ആ ഒരു പ്രൊജക്ടിൽ ഉണ്ടാകോ, അതോ എല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? ഈ പ്രോജക്റ്റിൽ തുടക്കം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. കാരണം ഗണേഷിനെ എനിക്ക് 2011 തൊട്ട് എനിക്ക് ഗണേഷിനെ അറിയാവുന്നതാണ്. ഞങ്ങൾ അന്നോട്ടേ ഫ്രണ്ട്സ് ആണ്, ഒന്നിച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് വന്നതാണ് ഞങ്ങൾ. അപ്പൊ തൊട്ട് എനിക്ക് അവനെ അറിയാവുന്നതാണ്. ഗണേഷിനോട് ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. വേറെ ആഡ്സും മ്യൂസിക് വീഡിയോസും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫ്രീഡം, ഐ മീൻ ആ ഒരു എന്താ പറയാ, ആ ഒരു റാപ്പ് ഞങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് അവൻ ഐഡിയ ഇനിഷ്യേറ്റ് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു. സോ അപ്പോഴേ അവൻ ഈ ഐഡിയ എന്നോട് പറഞ്ഞു ഇത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ഐഡിയ ആക്ച്വലി ആദ്യം വരുന്ന 2019
ആ സമയത്താണ് ഈ ഐഡിയ ഫസ്റ്റ് അവന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ആ ഐഡിയ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ അവൻ എന്നിട്ട് ആ ഐഡിയ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. 2020 ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ കോവിഡ് വന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു 2 years സ്റ്റോളായി സാധനം. പക്ഷെ ആ സമയത്ത് അവൻ ആ ഐഡിയ ഡെവലപ്പ് ചെയ്തു, റീവർക്ക് ചെയ്തു, ആ സ്ക്രിപ്റ്റിൽ പല പല ഡ്രാഫ്റ്റുകൾ എഴുതി. അപ്പൊ ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഡ്രാഫ്റ്റും അല്ലെങ്കിൽ അവനൊരു പെർഫെക്റ്റ് ഡ്രാഫ്റ്റ് തോന്നുന്ന ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഗണേഷ് വിളിക്കും, കഥ കേൾക്കാന്ന് പറയും, കഥ കേൾക്കും, സജഷൻസ് ചോദിക്കും, അതിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ചെയ്യാൻ ചോദിക്കും. അപ്പം സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തൊട്ടേ കൂടെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതില് ഒരു വലിയൊരു ഇൻപുട്സ് ഐഡിയേഷനിലും നമ്മളിങ്ങനെ ഓരോ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോഴും നല്ല നല്ല ഐഡിയാസ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അങ്ങനെയാണ് ഈ പ്രോജക്ട് വർക്ക് ആയത്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. അത് എല്ലാ സിനിമയിലും ഈ സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടോ, അതോ ചില സിനിമകളിൽ മാത്രമാണോ? ഈ സിനിമയിൽ സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലായിരുന്നു. ഗണേഷിന് സ്പോട്ട് എഡിറ്റിംഗ് താല്പര്യമില്ല എന്നുള്ളൊരു ആളാണ്. കാര്യം ഗണേഷിന് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കംപ്ലീറ്റ് ഷൂട്ടും കഴിഞ്ഞിട്ട് അവസാനം എഡിറ്റിംഗ് ടേബിളിൽ സിനിമ കാണുന്നതാണ് ഇഷ്ടം എന്നൊരു ഫാക്ടർ ഉണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ, ഓൾഡ് സ്കൂൾ വിനീതേട്ടനും ആ ഒരു പ്രോസസ്സാണ് ഞാൻ കേട്ടിട്ടുണ്ട്. വിനീതേട്ടനും സ്പോട്ട് എഡിറ്റേഴ്സിന് വെക്കാറില്ല. ആ ഒരു ക്യാമറ കൂടെ കണ്ട് ഹാപ്പിയായി പിന്നെ അവസാനം എഡിറ്റിംഗ് ടേബിളിൽ കാണുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ വിനീതേട്ടന്റെ ശിഷ്യനാണ് ഗണേഷ്, അവനും അതേ പ്രോസസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഈ പടത്തിൽ സ്പോട്ട് എഡിറ്റിംഗ് ഇല്ല. പക്ഷെ ചില സിനിമകൾക്ക് സ്പോട്ട് എഡിറ്റിംഗ് ആവശ്യം വരും. ഇപ്പൊ ഒരുപാട് VFX ഓറിയന്റഡ് മൂവീസ് ഒക്കെ ആണെങ്കിൽ സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ സേഫ് ആണ്. നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂറ്റി എറേഴ്സോ അല്ലെങ്കിൽ വേറെ എന്ത് എറേഴ്സ് ഉണ്ടെങ്കിലും ഒരു തവണ നമുക്ക് ആ സീൻ ഓക്കെ ആണോ നോക്കാൻ വേണ്ടി അങ്ങനെ സ്പോട്ട് എഡിറ്റിംഗ് ഉള്ളത് നല്ല തന്നെയാണ് എപ്പോഴും. അപ്പം അത് പ്രിഫർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രിഫർ ചെയ്യാത്ത ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷെ സ്പോട്ട് എഡിറ്റിംഗും ഈ ഫൈനൽ സിനിമയുടെ എഡിറ്റും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു സീൻ ഓക്കെ ആണോ എന്ന് നോക്കാൻ എന്നുള്ളൊരു രീതിയിൽ സ്പോട്ട് എഡിറ്റിംഗ് നോക്കുന്നവരാണ് കൂടുതലുള്ളത്. അതെ അതെ. അപ്പം അതാ ഈ സിനിമയിൽ അങ്ങനെ സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലായിരുന്നു. ഇപ്പം സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്യാനൊക്കെ 45 days 50 days അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമ മൊത്തം എഡിറ്റ് ചെയ്ത് തീർക്കാൻ എത്ര ദിവസമാണ് ഒരു എഡിറ്ററിന് ആവശ്യം ഉണ്ടാവുക? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മൂവി. ഇപ്പം പൂക്കാലം 2 ഷെഡ്യൂൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആദ്യം ഒരു ഷെഡ്യൂളിൽ നമ്മൾ കുട്ടേട്ടന്റെ ഈ പറഞ്ഞ പോലെ ഓൾഡ് ലുക്ക് പിടിക്കാൻ വേണ്ടി ഒരു ഷെഡ്യൂൾ ഒരു 28 days 30 days എങ്ങാണ്ടത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 3 months 4 months കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂൾ നടന്നത്. പുള്ളി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു, ഒന്ന് വെയിറ്റ് കൂട്ടിയിട്ട് മറ്റേ ഫ്ലാഷ് ബാക്ക് സീക്വൻസിന് വേണ്ടി അതിനുവേണ്ടി മുടി പിന്നെ വളർത്തി മീശയൊക്കെ വെച്ചിട്ട് അതിനുവേണ്ടി ഒരു 4 months കഴിഞ്ഞിട്ട് ആണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം ഷൂട്ട് കഴിഞ്ഞ ആ ഒരു 4 months പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടും അത് എന്ന് വെച്ചാൽ അത് ഡിസംബറിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോഴാണ് മൂവി നമ്മൾ റിലീസ് ചെയ്തത്. സോ ഈ ഒരു മൂവിയിൽ 2 ഷെഡ്യൂൾ ആയിട്ടുള്ളതുകൊണ്ട് ആ ഒരു ടൈം എടുക്കും എങ്ങനെ നോക്കിയാലും. അപ്പൊ ആ ഒരു ടൈം എടുത്തിട്ട് ഒരു 6 months കൂടുതലെങ്ങാണ്ട് ഉണ്ടായിരുന്നു അതിന്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ്. പക്ഷെ യൂഷ്വലി ഒരു 1 ഷെഡ്യൂൾ തീരുന്ന ഒരു നോർമൽ മൂവീസ് ഒക്കെ ആണെങ്കിൽ 30 days തീരുന്ന ഒരു മൂവീസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3 to 4 months ഒരു നോർമൽ ലൈക്ക് ഒരു യൂഷ്വൽ മൂവി നമുക്ക് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എഡിറ്റിംഗ് എന്റെ ഒരു ജോബ് അല്ലെങ്കിൽ എഡിറ്റിംഗിലാണ് എന്റെ ഒരു ഇഷ്ടം എന്ന് മനസ്സിലായത് എപ്പോഴാണ് മിഥുന്? എനിക്ക് ആദ്യം 12th കഴിഞ്ഞിട്ട് ഡയറക്ഷൻ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ കുഞ്ഞിനെ തൊട്ടേ സിനിമകൾ ഒരുപാട് കണ്ട് വളർന്നതാണ്. വീട്ടില് അച്ഛൻ നല്ല മൂവി ബഫാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ, തമിഴ് സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു 12th എത്തിയപ്പോഴത്തേക്കും ഡയറക്ഷൻ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ആ സമയത്ത് എഞ്ചിനീയറോ ഡോക്ടറോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ എഞ്ചിനീയറിംഗിലേക്ക് പോവാം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ശരി അച്ഛാ. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക സിനിമയിലൊക്കെ പറയുന്ന പോലെ കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രായം വരുന്നത്. അപ്പൊ ആ സമയത്ത് മനസ്സിലായി ഓക്കെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കൂടെ ഡ്രീം ഫോളോ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. സോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലൈക്ക് നെവിൻ ഷാഡി എന്ന് പറഞ്ഞിട്ട്. സോ ഹി ഓൾസോ വാണ്ട്സ് ടു ബി ഡയറക്ടർ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം ആ സമയത്ത് 2011 ഒരു ഷോർട്ട് ഫിലിം കോളേജ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന നേരത്തെ അവൻ എന്റെ അടുത്ത് എഡിറ്റിംഗ് ചെയ്യാമെന്ന് ചോദിച്ചു. കാര്യം കോളേജില് ചെറിയൊരു ഡാൻസറാണ്. അപ്പൊ കോളേജില് ഡാൻസിനൊക്കെ വേണ്ടി നമ്മള് പാട്ട് എഡിറ്റ് ചെയ്യും, സോങ് എഡിറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പൊ അങ്ങനെ സോങ് എഡിറ്റ് ചെയ്ത് അവൻ വിചാരിച്ചു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയായിരിക്കും. അപ്പൊ അങ്ങനെ നീ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അവനാ ശരി എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതില് അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയതാണ്.
അപ്പൊ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡയറക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതെ. അപ്പം അതിൽ കൂടെ നമുക്ക് ആക്ച്വലി ഡയറക്ഷൻ പഠിക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഡയറക്ഷൻ മാത്രമല്ലാതെ സൗണ്ട് ഡിസൈനിങ്, മ്യൂസിക്, VFX എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു എഡിറ്ററിന്റെ ഇൻപുട്ട് വേണം എന്ന് ആ ഒരു ഷോർട്ട് ഫിലിം കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ അതെനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി, അതിലേക്ക് ഇൻട്രസ്റ്റ് കൂടി. സോ അപ്പൊ ഞാൻ എഡിറ്റിംഗ് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എഡിറ്റിങ്ങിന് പിന്നെ ഞാൻ എഡിറ്റിംഗ് അത് സീരിയസ് ആക്കാം എന്നുള്ള രീതിയിൽ കാര്യം ഒരു ഡയറക്ഷൻ കാരണം എനിക്ക് തോന്നി. അപ്പൊ ആ ഡയറക്ഷൻ മാത്രം എന്ന് വെച്ചാൽ ഒരു എഡിറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷന്റെ കാര്യം നമ്മൾ പല ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യും. പല ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡയറക്ടേഴ്സിന്റെയും വിഷൻ വേറെ രീതിയിലാണ്. അപ്പൊ നമുക്ക് പല രീതിയിലും ആ ഒരു ഐഡിയാസ് നമ്മളെയും ഇൻസ്പയർ ചെയ്യും, നമ്മളെ എഫക്ട് ചെയ്യും. അത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു പുതിയൊരു ആംഗിളിൽ കൂടെ നമുക്ക് ഓരോ സീൻസും ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രോസസ് ആക്ച്വലി ഭയങ്കര എൻജോയിങ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ എഡിറ്റിംഗ് തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിക്കുകയും ഞാൻ പിന്നെ മുംബൈയിൽ പോയി. മുംബൈയിൽ ഒരു ചെറിയൊരു എഡിറ്റിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് പോയി. കുറച്ചാൾ മുംബൈയിൽ മറ്റേ ബാലാജി ടെലിഫിലിംസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ICE എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോയി കുറച്ചാള് ഇന്റേൺഷിപ്പ് പോലെ ചെയ്തു. അതിനുശേഷം ചെന്നൈ പോയി. ചെന്നൈയിൽ ആന്റണി എന്ന് പറഞ്ഞൊരു എഡിറ്ററിന്റെ കൂടെ കുറച്ചാള് വർക്ക് ചെയ്തു അസിസ്റ്റന്റ് ആയിട്ട്. അതിനുശേഷം തിരിച്ചു 2015 തിരിച്ചു വന്നിട്ട് ഫ്രീലാൻസ് ആയിട്ട് പിന്നെയും ബാക്ക് ടു നമ്മുടെ ഇവിടെയുള്ള ഗ്രൂപ്പിന്റെ കൂടെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പൊ അപ്പോഴത്തേക്കും ഞാൻ എഡിറ്റിംഗ് എഡിറ്റർ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. അതെ, ഇപ്പൊ ചില കോമ്പോസ് ഹിറ്റ് ആവാന്ന് പറഞ്ഞത്, അതായത് ഇപ്പൊ മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ എപ്പോഴും ഹിറ്റ് ആകുന്നത് അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് കാരണമാണല്ലോ. അപ്പം ഈ ഒരു ഡയറക്ടർ എഡിറ്റർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഒരു സിനിമയ്ക്ക്? അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്? അത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ആ കോമ്പോസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാധനം അതിലും ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയറക്ടേഴ്സിന് വളരെ കംഫർട്ട് ആയിട്ടുള്ള എഡിറ്റർ ആണെങ്കിൽ ഫുട്ടേജ് കൊടുത്തിട്ട് ശരി നീ എഡിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ പുള്ളിയുടെ മനസ്സിലുള്ള സാധനം അതിന്റെ അകത്ത് കാണും എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രസ്റ്റില് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് ഒരു ഡയറക്ടറിന്. അപ്പൊ അതിൽ തന്നെ ആ ഒരു എഡിറ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ, ഏത് സിനിമയിലും ഒരു എഡിറ്ററിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്നാണ് അതിൽ ശരിക്കും ഉള്ളത്. കാര്യം ഒരു ഡയറക്ടറിന്റെ വിഷൻ അതുപോലെ ആ എഡിറ്റർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് കൊടുത്തിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ കംഫർട്ട് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്കാണ്. അപ്പൊ അതുപോലെ സെയിം. അപ്പൊ അതുപോലെയാണ് ഈ പറയുന്ന പോലെ ഒരുപാട് എന്താ പറയുക, എല്ലാ നല്ല ഫേമസ് ഡയറക്ടേഴ്സിനും അങ്ങനെ ഒരു ടീം തന്നെ ആയിരിക്കുമല്ലോ എപ്പോഴും. അതുപോലെ തന്നെയാണുള്ളത്. എന്താ പറയുക, അപ്പൊ ഗണേഷിന് ഞാൻ മാത്രമല്ല, ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ വർക്ക് ചെയ്യണമെന്ന് ഗണേഷിനും ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് പ്രശ്നം ഭാഗ്യം കിട്ടി എന്ന് എനിക്ക് പറയാൻ ഇപ്പൊ നമ്മൾ ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ഹോംവർക്ക് ഇങ്ങനെ പല എന്താ പറയണ്ടേ വേറെ രീതിയിലായിരിക്കാം. അപ്പൊ ഓരോരുത്തരുടെ ഹോംവർക്കുകൾ ഉണ്ടല്ലോ. ഇതിന് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ നമ്മളെല്ലാരും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അതൊരു ലേണിംഗ് എങ്ങനെയാ വരുന്നത്? ഒരുപാട് സിനിമകൾ കാണുക. സിനിമകൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സീന്റെ റിതം, സീന്റെ ഇമോഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ അൺകോൺഷ്യസ്ലി മൈൻഡിൽ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം ഒരുപാട് സിനിമകൾ കണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു എഡിറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞൊരു സിനിമ കാണാതെ തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് നമുക്കൊരു വർക്ക് കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് അൺകോൺഷ്യസ്ലി ആ ഒരു എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തൊരു സാധനം മൈൻഡിൽ വരും. ചിലപ്പോൾ മ്യൂസിക് ആവാം, ചിലപ്പോൾ എഫക്ട്സ് വെച്ചിട്ടാവാം. ഒരു സീൻ കട്ട് ആവണം തന്നെ ഇല്ല. ചിലപ്പോൾ സിംഗിൾ ഷോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കട്ട് ചെയ്ത് പോകുന്നതിനെക്കാട്ടും എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ മാത്രമേ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇൻസ്പിറേഷനും ആ ഒരു എന്താ പറയുക, ആ ഒരു തോട്ട്സും മൈൻഡിൽ നമുക്ക് വരും. അങ്ങനെയാണ് എഡിറ്റിംഗ്. അല്ല നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല, നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കണം എന്നില്ല. ചില സീക്വൻസുകൾ നമുക്ക് ഒരു എഡിറ്റിംഗ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട സീക്വൻസുകൾ ഉണ്ട്. അതല്ലാതെ ഇപ്പൊ പൂക്കാലം ഒരു ഫാമിലി ഡ്രാമ മൂവിയാണല്ലോ. ഒരുപാട് ഫാമിലി ഡ്രാമ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിലും ഒരു അൺകോൺഷ്യസ്ലി നമുക്കൊരു സീൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മൂഡ് ഇങ്ങനെയാണ്, ഇപ്പൊ ഈ മൂഡ് എത്ര വരെ എലിവേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അൺകോൺഷ്യസ്ലി വരും.
അത് ഈ പ്രാക്ടീസിൽ തന്നെ വരത്തുള്ളൂ. അപ്പൊ ബേസിക്കലി ഒരുപാട് സിനിമകൾ കാണുക എന്നുള്ള ഒരു പ്രോസസ്സാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ ട്രെയിലർ കട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ആരാണ് അതിലൊരു ഡിസിഷൻ മേക്കിംഗ്? അതിൽ എഡിറ്ററിന്റെ എത്രത്തോളം പങ്കുണ്ട്? അതിപ്പോ ഒരു എഡിറ്റർ ട്രെയിലർ ഒരെണ്ണം കട്ട് ചെയ്താൽ പോലും അതിൽ എല്ലാവർക്കും ഇൻപുട്ട് കൊടുക്കാം. കാര്യം ഇപ്പൊ ട്രെയിലർ എന്ന് പറയുന്നത് ആണ് സിനിമയുടെ ഫസ്റ്റ് എന്താ പറയാ നമ്മള് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ അത് പ്രോഡക്റ്റ് കണ്ടിട്ട് വേണം ഓഡിയൻസ് തിയേറ്ററിൽ വരാൻ. അപ്പോ അതില് എന്താ പറയുക എല്ലാവരുടെയും ഇൻപുട്സ് വരാൻ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് എല്ലാവർക്കും ഇൻപുട്ട് കൊടുക്കാം ഒരു ട്രെയിലറിൽ. ഇപ്പൊ ഒരു ഡയറക്ടറിന് മാത്രമല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടും നമ്മുടെ ട്രെയിലർ കാണിച്ചിരിക്കുന്നത്. എല്ലാവരെയും കാണിച്ചിട്ട് എല്ലാവർക്കും ഓക്കെ ഇത് വർക്ക് ആവുന്നുണ്ട് എന്ന് സാറ്റിസ്ഫാക്ഷൻ ആയാൽ മാത്രമല്ലേ നമുക്ക് ട്രെയിലർ പുറത്തുവിടാൻ പറ്റും. അപ്പൊ എല്ലാവരുടെയും ഇൻപുട്സ് വരും. അപ്പൊ ആ ഇൻപുട്സ് നമുക്ക് എങ്ങനെ എന്താ പറയുക അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ട്രെയിലർ എടുക്കുക എന്നുള്ളത് ഒരു എഡിറ്ററിന്റെ ജോബ് തന്നെയാണ്. അല്ല ജസ്റ്റ് ഒരു ട്രെയിലർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും എല്ലാവരും മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് ഡിസൈനേഴ്സ്, ഇപ്പൊ ലാസ്റ്റ് 2-3 years ആയിട്ട് ഇപ്പൊ ട്രെയിലേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം സിനിമകളിൽ വന്നിരിക്കുന്നത് മലയാള സിനിമ എന്നല്ല എല്ലാ ഇൻഡസ്ട്രിയിലും, തമിഴിലും മലയാളത്തിലും എല്ലായിടത്തും. അപ്പം ട്രെയിലേഴ്സിന് ഭയങ്കര ഡിമാൻഡുകളാണ്. ഇപ്പൊ ട്രെയിലർ കട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് എഡിറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ മഹേഷ് ഭുവാനന്ദ്, അജ്മൽ സാബു, ഇവരൊക്കെ ട്രെയിലർ സ്പെഷ്യലിസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുണ്ട്. കാരണം ചിലവർക്ക് ആ ഒരു കണ്ണ് കാണുമായിരിക്കും, ആ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു വേറൊരു എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ട്രെയിലർ കട്ട് ചെയ്യാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും സിനിമയിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണല്ലോ, പുറത്തുനിന്ന് കാണുന്നവരാകുമ്പോഴത്തേക്കും വേറൊരു ആംഗിളിൽ തന്നെ ആ സിനിമ കാണും. ഇപ്പൊ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല പുള്ളി കാണുന്നത്. പുള്ളിക്ക് വേറെ കുറെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഓഡിയൻസ് കൊടുക്കാൻ തോന്നുന്നു. ഞാനിപ്പോ ഫുൾ സിനിമ കാണുമ്പോൾ എനിക്ക് ട്രെയിലർ ഇടാം എന്ന് തോന്നുന്ന സീൻസ് ചിലപ്പോ വേറൊരാൾക്ക് തോന്നണമെന്നില്ല. അപ്പൊ അത് എല്ലാവരും ഒരു പെർസ്പെക്റ്റീവ് ആണ്. എങ്ങനെ നമുക്ക് ഓഡിയൻസിനെ മാക്സിമം ക്യൂരിയോസിറ്റി കൊടുത്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിലർ. അപ്പൊ ആ ട്രെയിലർ ആണ് ഒരു മേജർ ഫാക്ടർ തന്നെയാണ് ട്രെയിലർ ഒരു എഡിറ്റർ കട്ട് ചെയ്യുന്നതിൽ. ഇപ്പൊ മിഥുന് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ലല്ലോ. അത്രയും ഒരു സ്ട്രഗിളും ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഇപ്പൊ ഒരു നാഷണൽ അവാർഡ് വിന്നറായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേർണി എങ്ങനെ നോക്കി കാണുന്നു? 2 ദിവസം വരെ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയും നാളത്തെ ഒരു പെർസീവറൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാര്യം ലൈക്ക് ഇത്ര 2 ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി. ഒരുപാട് പേര് വിളിച്ചു. കാര്യം ഫാമിലി, ഫ്രണ്ട്സ്, എന്നെ സ്കൂൾ വിട്ട് അറിയുന്നത്, സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോ അത് ഞാൻ ഇപ്പോഴും എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർക്കുകളൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ തോന്നാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. തോന്നിക്കഴിഞ്ഞ് ഇനി വേറെ പ്രഷർ കൂട്ടണ്ട. ഓക്കെ, നാഷണൽ അവാർഡ് വിന്നർ ആണ് സംഭവിച്ചത്, പക്ഷെ ഞാൻ മാറിയിട്ടില്ല, ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം അടുത്ത വർക്കുകൾ വരുമ്പോ ബാക്കിയുള്ളവർക്ക് റെസ്പോൺസിബിലിറ്റി കാണും. പക്ഷെ ഞാൻ പറയും ഇല്ലടാ, ഞാൻ പഴയ ആളാണ്, അതൊക്കെ എന്നെ അങ്ങനെ തന്നെ കണ്ടാൽ മതി, ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിൽ. ഇപ്പൊ അടുത്ത് കണ്ട സിനിമകളില് ചേട്ടാ ഈ എഡിറ്റിംഗ് സൂപ്പർ ആണല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയോ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ എനിക്ക് പൊന്മാൻ സിനിമ കണ്ടപ്പോ ആക്ച്വലി അതിന്റെ എഡിറ്റിംഗ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നിതിനാണ് എഡിറ്റിംഗ്. നിതിൻ രാജാറുള്ള എന്റെ ഫ്രണ്ട് തന്നെയാണ്. പൊന്മാൻ നോവലിനെ അഡാപ്റ്റ് ചെയ്താണല്ലോ പൊന്മാൻ. സോ ബേസിക്കലി അതിനെ അഡാപ്റ്റ് ചെയ്യുക, ഒരു സ്ക്രിപ്റ്റ് എഴുതിട്ട് അതിനെ സിനിമയാക്കുമ്പോൾ, നോവൽ സിനിമയാക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കുറെയൊക്കെ എല്ലാവർക്കും സിനിമാക്കാർക്കും അറിയാവുന്നതാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു നോവൽ അഡാപ്റ്റ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതൊരു വളരെ എനിക്ക് ആക്ച്വലി സിനിമ കണ്ടപ്പോഴത്തേക്കും വളരെ ക്രിസ്പ് ആൻഡ് വളരെ എന്താ പറയുക, ഇപ്പം ആ വേർഡ് കിട്ടുന്നില്ലല്ലോ, വളരെ വളരെ ക്രിസ്പായിട്ടും വളരെ എൻഗേജിങ് ആയിട്ടും എഡിറ്റ് ചെയ്ത് ഒരു സിനിമയായിട്ട് എനിക്ക് പൊന്മാൻ തോന്നിയത്. വളരെ സീംലെസ് എഡിറ്റിംഗ്, എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ നോവലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ നോവൽ ഒരു സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ
എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്ത മലയാളത്തിൽ അഡാപ്റ്റ് ചെയ്ത നോവലുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് പൊന്മാൻ. അപ്പൊ അതില് എഡിറ്റിംഗിന്റെ ഒരു ഇൻപുട്ട് വലുതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. വളരെ വെച്ചാൽ എല്ലാ രീതിയിലും അത് അതിന്റെ എനിക്ക് കിട്ടുന്നില്ല വേർഡ്. അത്രയും പൊളിയാണ് ഗൈസ്. അതെ അതെ അതെ. ഇപ്പൊ എഡിറ്റിംഗ് ഇഷ്ടമുള്ള എത്രയോ ഇങ്ങനെ ഒരു ഫിലിമിൽ എഡിറ്റ് ചെയ്യണം ഇഷ്ടംപോലെ കുട്ടികൾ നമ്മളെ കേൾക്കുന്നുണ്ടാകും. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ അപ്രിസിയേഷൻ വളരെ കുറവ് കിട്ടുന്ന ഒരു ജോബാണ്. സോ നമ്മൾ അങ്ങനെ അപ്രിസിയേഷനോ കാര്യങ്ങളോ എന്നുള്ളതല്ലാതെ എഡിറ്റിംഗിന്റെ ഒരു പാഷൻ ഫസ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ആ എഡിറ്റിംഗ് പാഷൻ ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് പിന്നെ ഫോളോ ചെയ്യാൻ പോകരുത്. കാര്യം അങ്ങനത്തെ ഒരു ജോബാണ് എഡിറ്റിംഗ്. ഒരു അപ്രിസിയേഷൻ കുറവുള്ള ഒരു ജോബ് തന്നെയാണ് എഡിറ്റിംഗ്. അപ്പം അതിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹേർഡിൽസ് കാണും. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളൊരു എഡിറ്ററിന് ഒരു വലിയൊരു ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഉള്ളൊരു സ്പേസ് തന്നെയാണ് എഡിറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ ആ ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എഡിറ്റിംഗ് ഫോളോ ചെയ്യുന്ന വെച്ചാൽ ഇതാണ്. ഒരുപാട് സിനിമകൾ കാണുക, സിനിമകൾ കണ്ട് ഒരുപാട് വർക്ക്സ് ചെയ്യുക. ഒരുപാട് ചെറിയ വർക്കായാലും കുഴപ്പമില്ല. ഇപ്പൊ റീൽസ് എഡിറ്റ് ഇപ്പൊ എല്ലാവരും റീൽസ് എഡിറ്റ് ചെയ്യും. അപ്പൊ റീൽസ് എഡിറ്റ് ആണെങ്കിൽ പോലും അതൊരു ഒരു എഡിറ്റിംഗ് ജോബ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പല പല എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രാക്ടീസ് വരത്തുള്ളൂ. കുറെ ഒരുപാട് വർക്ക്സ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, എഡിറ്റിംഗ് നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ. അപ്പോ പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക് അതാണ് എഡിറ്റിംഗിലുള്ളത്. വിത്തൗട്ട് ലുക്കിംഗ് ഫോർ റിസൾട്ട്സ്, പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക്, റിസൾട്ട്സ് വിൽ കം വൺ ഡേ എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഇപ്പം അപ്രീസിയേഷൻ കുറവ് കിട്ടുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പം ഡയറക്ടറിനെ പോലെ തന്നെ അത്രയും ഫുൾ സിനിമ റഫായിട്ട് കാണുന്നതും അങ്ങനെ കുറെ വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണല്ലോ ആക്ച്വലി എഡിറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് മാത്രമുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടാതിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു വിഷമം സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടോ? അത് തുടക്കകാലം നമുക്കത് മനസ്സിലാവും, ഇതിങ്ങനെയാണ്, ഈ വർക്ക് ഇങ്ങനെയാണ്. പക്ഷെ അത് അപ്പൊ തന്നെ മാറും. കാര്യം എഡിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ റൂമിലിരിക്കുന്നതാണല്ലോ. റൂമിരുന്ന് പബ്ലിക്ലി കാണത്തില്ല, നമ്മൾ റൂമിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ യൂസ് ടു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തോട്ടം നമ്മുടെ മനസ്സിൽ ആക്ച്വലി വരാൻ പാടില്ല. 2 വർക്ക് കഴിയുമ്പോൾ അങ്ങനെ ആയിക്കോളൂ എല്ലാവർക്കും, അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതാണ് എന്ന് വെച്ചാൽ എങ്കിൽ പോലും ആ ഒരു സിനിമ ഇറങ്ങി വർക്ക് ആവുക എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ്, വളരെ വലിയൊരു ഹാപ്പിനെസ് തന്നെ നമുക്ക് തരും. ഇവന്തോ നമ്മളെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ നല്ലൊരു സിനിമയാണ്, അതിന്റെ എഡിറ്റിംഗ് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അതൊരു എഡിറ്ററിന്റെ ക്രെഡിറ്റ് തന്നെയാണ്. കാര്യം സിനിമയിൽ എഡിറ്റ് ഉണ്ടെന്ന് അറിയാതിരിക്കുക എന്നതാണ് ഒരു ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ അതും ഒരു അച്ചീവ്മെന്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാ എഡിറ്റേഴ്സും. അപ്പൊ അത് നിർബന്ധമില്ല അങ്ങനെ ഒരു പുറത്ത് വരണം. പക്ഷെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയുക എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ഇവ റൂമിനുള്ളിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും നിങ്ങൾ. കാരണം എപ്പോഴും സ്ക്രീനല്ല നിങ്ങൾ നോക്കിയിരിക്കണേ. അപ്പൊ അത് എത്രമാത്രം അത് ഇങ്ങനെ കണ്ണിന് എക്സസൈസ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ആദ്യം തന്നെ കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ ഈ എക്സസൈസ് ഒക്കെ തുടങ്ങും. ആദ്യം കണ്ണാടി വെക്കാതാണ് എല്ലാ എഡിറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. കുറച്ചാൾ രാത്രിയൊക്കെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 years കഴിയുമ്പോൾ കണ്ണാടി വെക്കേണ്ട ആവശ്യം വരും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഓക്കെ, ഇനി നമ്മൾ കണ്ണ് സൂക്ഷിക്കണം, നമുക്ക് ഒരുപാട് നാൾ വർക്ക് ചെയ്യാനുള്ളതല്ലേ. പല പല റുട്ടീൻസ് പലരും ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 20-20-20 എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. നമുക്ക് ബ്ലൂ സ്ക്രീൻ ഒരുപാട് നേരം ഒരു 20 minutes നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 seconds ബ്രേക്ക് എടുത്തിട്ട് ഒരു 20 feet ദൂരമുള്ള എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. 20 feet ഡിസ്റ്റൻസിലുള്ള എങ്ങോട്ടെങ്കിലും നമ്മൾ കണ്ണ് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്ന റിലാക്സ് കിട്ടും എന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ വായിച്ചു. അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. റിലാക്സേഷൻ കിട്ടാറുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 5 വർഷം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. 5 വർഷം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ അറിയാൻ പറ്റും നമുക്ക്. അപ്പൊ കാരണം ഓൾറെഡി നമ്മൾ കണ്ണാടി വെച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, തിരിച്ച് പവർ ഒന്നും വരാൻ പോണില്ല. അപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, കണ്ണിന്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. എഡിറ്റർമാരുടെ കണ്ണൊക്കെ ടൈം കഴിയുമ്പോ കണക്കാം. ആണോ? വീട്ടിൽ നിന്ന് അപ്പൊ എന്തെങ്കിലും പറയാറുണ്ടോ ഇതുപോലെ കണ്ണൊക്കെ അടിച്ചു പോകും മോനെ? തുടക്കം പറയുന്ന പോലെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറെ വല്ല പണിക്ക് പൊക്കിയുടെ മോനെ തുടക്കം പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ അവൻ ഇതിൽ തന്നെ ഉള്ളൂ എന്ന് കഴിയുമ്പോ അത് നിർത്തുന്നതാണ്. അതെ.
ഇപ്പൊ ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പം കൊറേ കോൾസ് വന്നു നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴും അയ്യോ ഇയാള് വിളിച്ചത് എനിക്ക് ഭയങ്കര അതിശയമായി പോയി, അല്ലെങ്കിൽ അത്രയും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കോളോ മെസ്സേജോ? ഇങ്ങനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് പേര് അയച്ചു. ഓൾറെഡി എന്റെ കുറെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാരും ഉള്ളത്. സിനിമ ഇൻഡസ്ട്രി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അയച്ചത്. അങ്ങനെ അല്ലാതെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കോളുകളും ഞെട്ടിപ്പിക്കുന്ന രീതിയില് ഇല്ല, എല്ലാരും ഫ്രണ്ട്സ് തന്നെയാണ്. ആണല്ലേ? ഞെട്ടിക്കാൻ വേണ്ടി ആരും അയച്ചില്ല. വന്നിട്ടില്ല, ഇല്ല. പക്ഷെ എല്ലാരും വിളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ആക്ച്വലി നമ്മൾ അടുത്ത് ഉള്ളവർ തന്നെ ഒരുപാട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. തീർച്ചയായിട്ടും. ബാക്കി എന്ത് കിട്ടിയാലും അതൊരു ബോണസ് ആണ്. അതെ. അപ്പോ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നൈസ്. അപ്പം ഇനിയും കുറെ സിനിമകളും കുറെ അവാർഡുകളും മിഥുനെ തേടിയെത്തട്ടെ. താങ്ക് യു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ Thank you മച്ച് so much, Parvati. Pleasure talking to you. യെസ്.